أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا. സൂറത്തുൽ ഫുർഖാൻ 21-2. വഖാല പറഞ്ഞു, അല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടൽ പ്രതീക്ഷിക്കാത്തവർ. അല്ലദീന ഒരു കൂട്ടർ, ലാ യർജൂന അവർ പ്രതീക്ഷിക്കുന്നില്ല, ലിഖാഅന നമ്മുടെ ലിഖാ. എന്താ പറഞ്ഞത്? ലൗലാ ഉൻസില അലൈനൽ മലായിക, എന്തുകൊണ്ട്, ലൗലാ ഉൻസില എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല, അലൈന ഞങ്ങൾക്ക് മേൽ, അൽ മലായികത്തു മലക്കുകൾ, ഔ നറാ റബ്ബന അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല. ഔ നറ എന്ന് പറഞ്ഞാൽ ലൗലാ നറ എന്നാണ്, എന്തുകൊണ്ട് കാണുന്നില്ല. ലഖദ് ഇസ്തക്ബറു ഫി അൻഫുസിഹിം, ലഖദ് ഇസ്തക്ബറു അവർ അഹങ്കരിച്ചിരിക്കുന്നു, ഫി അൻഫുസിഹിം അവരുടെ സ്വന്തം കാര്യത്തിൽ, വഅതൗ അവർ ധിക്കരിക്കുകയും ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിക്രമിച്ചിരിക്കുന്നു, ഉതുവൻ കബീറ വലിയ അതിക്രമം അല്ലെങ്കിൽ വലിയ ധിക്കാരം. യൗമ യറൗനൽ മലായികത അവർ മലക്കുകളെ കാണുന്ന ദിവസം, ലാ ബുഷ്റാ യൗമഇദിൻ, ലാ ബുഷ്റാ സന്തോഷമില്ല അല്ലെങ്കിൽ സന്തോഷവാർത്തയില്ല, യൗമഇദിൻ അന്ന്, ലിൽ മുജ്രിമീൻ ഈ കുറ്റവാളികൾക്ക്, വയഖൂലൂന അവർ പറയുന്നവരാണ്, ഹിജ്റൻ മഹ്ജൂറ, ഹിജ്ർ എന്ന് പറഞ്ഞാൽ മറയാണ്, മറക്കുന്ന മറ അല്ലെങ്കിൽ രക്ഷിക്കുന്ന മറ എന്ന് അവർ വിളിച്ചു പറയുന്നവരാണ് എന്നർത്ഥം. സത്യനിഷേധികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിനെ നിഷേധിക്കാൻ വേണ്ടി, എന്തുകൊണ്ടാണ് ഇവൻ അന്നം തിന്നുന്നത്, എന്തുകൊണ്ടാണ് അങ്ങാടിയിലൂടെ നടക്കുന്നത്, കോട്ടയില്ലാത്തത് എന്താണ്, കൊട്ടാരമില്ലാത്തത് എന്താണ്, ഇതൊക്കെ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. ഇനി മറ്റൊരു ചോദ്യമാണ്, അത് വഖാലല്ലദീന കഫറു എന്നാണ് ശരിക്ക് ആശയം. നിഷേധികൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാണ്. പക്ഷേ നിഷേധികൾ എന്ന് പറയുന്നതിന് പകരം വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, ഞങ്ങളുടെ വാക്കിനും പ്രവൃത്തിക്കുമൊക്കെ അനുസരിച്ച് ഞങ്ങൾ പടച്ചതമ്പുരാനോട് പരലോകത്ത് വെച്ച് കണക്ക് പറയേണ്ടി വരും എന്ന കണക്ക് കൂട്ടൽ ഇല്ലാത്തവർ, അഥവാ റസൂലിനെ അംഗീകരിക്കാത്തവർ സാധാരണ കാഫിറുകളാണ്. അതിൻ്റെയും അപ്പുറം തങ്ങളുടെ ചെയ്തി ചോദ്യം ചെയ്യപ്പെടുമെന്ന ഒരു ബോധവും ഇല്ലാത്തവർ, കടുത്ത പരലോക നിഷേധികളായ ആളുകൾ എന്നർത്ഥം. അവരുടെ ചോദ്യം എന്താണ്? ലൗലാ ഉൻസില അലൈനൽ മലായിക, എന്തുകൊണ്ട് ഞങ്ങൾക്ക് മലക്കുകൾ ഇറക്കപ്പെടുന്നില്ല. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മലക്ക് വന്ന് ഓതിക്കൊടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ട് ഞങ്ങളുടെ അടുത്തൊന്നും എന്താ വരാത്തത്? ഇതായിരുന്നു ആ ധിക്കാരികളുടെ ചോദ്യം. ലൗലാ ഉൻസില അലൈനൽ മലായിക, ഖുർആൻ മറ്റു സ്ഥലങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖാലു ലൻ നുഅ്മിന ഹത്താ നൂതാ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, റസൂലുമാർക്ക് നൽകപ്പെട്ടത് ഞങ്ങൾക്ക് നൽകപ്പെടുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. സൂറത്തുൽ അൻആമിൽ. അല്ലെങ്കിൽ ഔ തഅ്തിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല, സൂറത്തുൽ ഇസ്രായിൽ. അള്ളാഹുവും മലക്കുകളും കൂട്ടമായിട്ട് വരുന്നത് വരെ, അള്ളാഹുവിനെയും മലക്കുകളെയും കൂട്ടമായിട്ട് നീ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഇങ്ങനെയൊക്കെ പല വർത്തമാനങ്ങളും പറഞ്ഞത് കാണാൻ കഴിയും. മൂസാ അലൈഹി സ്വലാമിനോട് ബനി ഇസ്രായേലിൽ പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് സുപരിചിതമാണല്ലോ. ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ, അള്ളാഹുവിനെ പരസ്യമായി കാണുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ വർത്താനം
മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതിനെ പറ്റിയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ലാ യർജൂന ലൗലാ ഉൻസില അലൈഹിൽ മലായിക ഔ നറ റബ്ബന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റബ്ബിനെ നേരിട്ട് ഇങ്ങോട്ട് കാണണം. ഈ കാലത്തും നിഷേധികളുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമാണ് അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിലും ഒന്ന് കാണണ്ടേ എന്ന്. വഹുവ യുദ്രിക്കുൽ അബ്സാറ ലാ യുദ്രിക്കുഹുൽ അബ്സാറു, കണ്ണുകൾ അവനെ പ്രാപിക്കുകയില്ല, കണ്ണുകളെ അവൻ പ്രാപിക്കുന്നു എന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്. മനുഷ്യന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത അപ്പുറത്ത് പ്രപഞ്ചം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്കകത്തല്ല, സൃഷ്ടിക്ക് പുറത്ത് പ്രപഞ്ചാതീതനായിട്ട് അള്ളാഹു ഉണ്ട്. പക്ഷേ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ കണ്ണെത്തൂലല്ലോ. ആ അള്ളാഹു താല ഈ പ്രപഞ്ചത്തിന്റെ അകത്തേക്ക് വരണം, എന്നിട്ട് ഞങ്ങൾ കാണണം എന്നാണല്ലോ ഈ പറയണതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആശാരിയെ മേശയിൽ കാണണമെന്നും ശില്പിയെ ശില്പത്തിൽ കാണണമെന്നും ഒക്കെ പറയുന്നത് പോലുള്ള വിഡ്ഢിത്തമാണ് ഇത്ര മനുഷ്യൻ ബുദ്ധിപരമായി വളർന്നു എന്ന് അവകാശപ്പെടുന്ന കാലത്തും ദൈവനിഷേധികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? അവരെ ലഖദ് ഇസ്തക്ബറൂ ഫി അൻഫുസിഹിം, അവർ സ്വന്തം ബുദ്ധിയുടെയും സ്വന്തം സംവിധാനങ്ങളുടെയും സ്വന്തം പുരോഗതിയുടെയും സ്വന്തം കരുത്തിന്റെയും കാര്യത്തിലൊക്കെ വല്ലാതെ അഹങ്കരിക്കുകയാണ്. അത് അബൂജാഹിലാദികളുടെ നിലപാടും അങ്ങനെ തന്നെയായിരുന്നു. ഫിറൗനിന്റെ നിലപാടും അങ്ങനെയായിരുന്നു. ഫിറൗൻ മൂസാ അലൈഹി സ്വലാമിനെ കളിയാക്കാൻ വേണ്ടി ഹാമാനോട് പറയണില്ലേ, ബിനിലി സർഹ, എനിക്ക് ഒരു ഗോപുരം ഉണ്ടാക്കും, എന്നിട്ട് ഞാൻ അതിലേക്ക് കയറിപ്പോയിട്ട് ഞാനൊന്ന് നോക്കട്ടെ ആകാശത്ത് എവിടെയെങ്കിലും മൂസായുടെ റബ്ബുണ്ടോ എന്ന്. മൂസ പറയുന്ന ദൈവം അവിടെ എവിടെയോ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. അതാണ് ഇസ്തക്ബറു എന്ന് പറയുന്നത്. അവരുടെ സ്വന്തം നിലപാടിലും സ്വന്തം കരുത്തിലും സ്വന്തം കഴിവിലും സ്വന്തം അധികാരത്തിലുമൊക്കെ അവർ അഹങ്കരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു എന്നാണ് അർത്ഥം. പരിധിയില്ലാത്ത ധിക്കാരമാണ്. ധിക്കാരത്തിനുമുണ്ട് ഒരു പരിധി. ഇദ്ഹബിലാ ഫിറൗന ഇന്നഹു തഗാ, ഫിറൗനിലേക്ക് ചെല്ലണം, അവൻ പരിധി വിട്ടിരിക്കുന്നു. അങ്ങനെ പരിധി വിട്ട അതിര് കടന്ന അക്രമത്തിനാണ് ഉഴ്ത്തൂവ് എന്ന് പറയാം. അവർ കടുത്ത ധിക്കാരം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ കൊല്ലാൻ വരെയുള്ള ആലോചന ഒക്കെ നടത്തുക. അങ്ങനെ ആരെയും ഇത് ഞങ്ങൾക്ക് ബോധ്യമാകുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവർക്ക് പറയാലോ. അങ്ങനെയല്ല, ഇത് ബോധ്യം വന്ന ആളുകളെയും ഇത് അംഗീകരിക്കാൻ സമ്മതിക്കുകയില്ല. ഈ നിലപാടിനെയൊക്കെയാണ് വഅതൗഅൻ കബീറ എന്ന് പറഞ്ഞത്. എന്നിട്ട് അവർക്ക് താക്കീതായിട്ട് മറ്റൊരു കാര്യം പറയുകയാണ്. മലക്കുകളെ ഞങ്ങൾ എന്താ കാണാത്തത് എന്നല്ലേ, മലക്കുകളെ അവർ കാണുന്ന ഒരു ദിവസം ഉണ്ട്. അതാണ് അവരുടെ മരണം എന്ന് പറയുന്നത്. യൗമ യറൗനൽ മലായികത, അവർ മലക്കുകളെ കാണുന്ന ദിവസം. മലക്കുകളെ കാണും, ഇപ്പോഴല്ല, അവർ കാണും. അന്ന് ലാ ബുഷ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ, അന്ന് മുജ്രിമുകൾക്ക്, ഈ കുറ്റവാളികൾക്ക് സന്തോഷ വാർത്തയില്ല. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അവരുടെ മരണ ദിവസം എന്നാണ്. മരണ ദിവസം മലക്കുകളെ കാണുന്ന അല്ലാഹു തആല പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലേക്ക് ചേർത്താണ് വിശദീകരണം. അന്ന് അവർക്ക് തതവഫാഹുമുൽ മലായികത്തു ലാലിമി അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്തവരായി മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞതുപോലെ. അതുപോലെ സൂറത്തുൽ അംഫാലിൽ വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികത യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മുഖത്തും മുതുക്കിലും അടിക്കുന്നവരായിട്ട് മലക്കുകൾ നിഷേധികളെ മരിപ്പിക്കുന്ന സന്ദർഭം. അന്ന് മലക്കുകളെ കാണും, മരണം അടുക്കുമ്പോൾ മലക്കുകളെ കാണും. അതുപോലെ തന്നെ ഈ കുറ്റവാളികളായ ജനത, പരിധി വിട്ട് അക്രമം ചെയ്ത ജനങ്ങളെ നശിപ്പിച്ചപ്പോഴും അവർ മലക്കുകളെ കണ്ടിരുന്നു. ഉദാഹരണമായി ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനത നശിപ്പിക്കപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് സുന്ദരരൂപികളായി സ്വർഗരതിക്കാർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിൽ മലക്കുകൾ അവിടെ ചെന്നിരുന്നു. അങ്ങനെ രണ്ടും ഉണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ മലക്കിനെ നേരിട്ട് അവർ കാണും. അതുപോലെ തന്നെ നിഷേധികളെ മരിപ്പിക്കുന്ന സമയത്ത് മലക്കുകളെ നേരിട്ട് അവർ കാണും. ഇങ്ങനെ കാണുന്ന ദിവസം അന്ന് അവർക്ക് സന്തോഷ വാർത്തയില്ല. ലാ ബുഷ്റാ യൗമഇദിൽ, കാരണം ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ, ഞങ്ങൾ കണ്ടതുപോലെ മലക്കുകൾ വന്നു, കണ്ടു, ബോധ്യപ്പെട്ടു, വിശ്വസിക്കാം
അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. പകരം യദ്രിബൂന വുജൂഹഹും വദ്ബാറഹുമാണ്. മലക്കുകൾ മുഖത്തും മുതുകിലും അടിച്ചുകൊണ്ടാണ് അവിടെ വരിക. ലാ ബുഷ്റാക്കും എന്ന് പറഞ്ഞത് അതാണ്. നിങ്ങൾക്കിന്ന് ലാ ബുഷ്റാ യൗമഇദിൻ ലിൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക് ഇന്ന് സന്തോഷ വാർത്തയില്ല. സൂറത്തുൽ ഹദീദില് മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ടാകും. ബുഷ്റാക്കുമുൽ യൗമ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. മുഅ്മിനീങ്ങൾക്ക് അവര് സന്തോഷ വാർത്ത നൽകുകയാണ്, നിങ്ങള് സ്വർഗമാണുള്ളത് എന്ന്. എന്നാൽ നിഷേധികൾക്ക് മലക്കിനെ കണ്ട സന്തോഷമല്ല ഉണ്ടാകുക, മലക്കിനെ കണ്ട ബേജാറാണ് ഉണ്ടാകുക. വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറ, അവര് വിളിച്ചു പറയും ഹിജ്റും മഹ്ജൂർ എന്ന്. ഹിജ്ർ എന്ന് പറഞ്ഞാൽ മറയാണ്, മഹ്ജൂർ എന്ന് പറഞ്ഞാൽ മറയിടാൻ ഉപയോഗിക്കുന്ന മറയാണ്. കുടിക്കാനുള്ള വെള്ളം, ഷുർബൻ മഷ്റൂബ, കുടിക്കാനുള്ള വെള്ളം എന്നൊക്കെ കേഴുന്നത് പോലെ രക്ഷപ്പെടാൻ ഒരു മറ തരൂ എന്ന് അവർ കേണുകൊണ്ടിരിക്കും എന്നർത്ഥം. വേറൊരു തഫ്സീർ ഉണ്ട് ഹിജ്റൻ മഹ്ജൂറിന്. അത് പിന്നെ അറബികള് ജാഹിലിയ കാലത്ത് ഈ തന്റെ കൊലപാതകി, തന്നെ കൊല്ലാൻ നടക്കുന്നവനെ കാണും ഹറമിൽ വെച്ച്, അല്ലെങ്കിൽ യുദ്ധം ഹറാമായ മാസങ്ങളിൽ വെച്ച്. അപ്പൊ യുദ്ധം ഹറാമായ മാസത്തിൽ പിന്നെ അവര് പരസ്പരം കൊല്ലൂല. കൊല്ലാൻ തെരഞ്ഞെടുക്കുന്നവനെ കയ്യിൽ കിട്ടിയാൽ പോലും കൊല്ലൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സമയമായിരിക്കുന്നു എന്ന് രക്ഷപ്പെടാൻ വേണ്ടി അറബികൾ ഉപയോഗിച്ചിരുന്ന വാക്കാണത്രേ ഹിജ്റൻ മഹജൂറാന്ന് എന്ന് പറഞ്ഞാൽ, എന്നെ കൊല്ലാൻ നിനക്കിപ്പോ വിലക്കുണ്ട്, കാരണം ഇത് യുദ്ധം ഹറാമായ മാസമാണ്, അല്ലെങ്കിൽ ഞാൻ ഇഹ്റാം ചെയ്തവനാണ്, അല്ലെങ്കിൽ ഞാൻ ഹറമിലാണുള്ളത്, ഹറമിന്റെ അകത്താണുള്ളത്, അതുകൊണ്ട് തടസ്സമുണ്ട് എന്ന് വിളിച്ചു പറയാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് എന്ന് പിന്നെ മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. വേറെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇത് മലക്കുകൾ പറയുന്നതാണ്. യഖൂലൂന ഹിജ്റൻ മഹജൂറ, അഥവാ നിങ്ങൾക്കിന്ന് സന്തോഷിക്കാൻ വക തരാൻ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല, ഞങ്ങൾക്ക് പറ്റുകയില്ല. മലക്കുകൾ വന്നിട്ട് മാലാക്ക എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മനസ്സിലുള്ളത് ഒരു പിന്നെ വളരെ നല്ല സുന്ദര രൂപമുള്ള നല്ല മനുഷ്യരെയാണ് മാലാക്കമാരോട് ഉപമിക്കല്. നഴ്സുമാരെ കുറിച്ച് ഭൂമിയിലെ മാലാക്കമാർ എന്നൊക്കെ പറയൽ അങ്ങനെയാണ്. അങ്ങനെ മലക്കുകൾ വരുന്ന ദിവസം ആ മലക്കിന് പിന്നെ സന്തോഷം പകരാൻ കഴിയില്ല. കാരണം എന്താണ്? നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വകുപ്പും ഇല്ല ഞങ്ങൾക്ക് എന്ന് മലക്കുകൾ പറയുന്നതാണ് എന്നും യഖൂലൂന ഹിജ്റൻ മഹജൂറ എന്നതിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും ആയത്തിന്റെ മൊത്തം കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ ആദ്യം പറഞ്ഞതാണ് ഉചിതമായി ചേരുന്ന വിശദീകരണമായി മനസ്സിലാക്കുന്നത്. അഥവാ മലക്കിനെ നേരിട്ട് കാണണം എന്നാണ് പറയണത്. മലക്കിനെ നേരിട്ട് കാണും, അന്ന് ഇവർക്ക് സന്തോഷിക്കാൻ ഒരു വക ഉണ്ടാകുകയില്ല. പിന്നെ അള്ളാഹുവിനെ നേരിട്ട് കാണും, അത് അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല. വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന നറാ റബ്ബന, അള്ളാന്റെ അടുത്തേക്കാണ് അവർ ചെല്ലുന്നത്, അള്ളാഹിനെ അവർ കണ്ടുമുട്ടും. പക്ഷെ അതിപ്പോ അവരുടെ കണക്കൂട്ടലില്ല. മലക്കിനെ ഞങ്ങൾക്ക് കാണണം എന്നാണ് പറഞ്ഞത്. മലക്കിനെ ദുനിയാവിൽ വെച്ച് തന്നെ അവർ കാണും. കാണുന്ന ദിവസം അവർക്ക് അവർ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അവര് ആവശ്യപ്പെട്ടത് കിട്ടിയ സന്തോഷമല്ല, പകരം പിടികൂടപ്പെട്ട വെപ്രാളമാണ് അവരെ നയിക്കുക എന്ന് താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണ സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ് മലക്കുകൾ സ്വീകരിച്ച് ആനയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.